ആദ്യമായിട്ട് മനുഷ്യരുടെ സ്പേസ് ക്രാഫ്റ്റ് ചെന്ന് ലാൻഡ് ചെയ്ത മറ്റൊരു ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ മാഴ്സിലാണെന്നായിരിക്കും ഭൂരിപക്ഷം പേരും പറയുന്നത്. ഈ ചോദ്യം കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടപ്പോൾ 74% പേരാണ് മാഴ്സിനെ തിരഞ്ഞെടുത്തത്. 1971 സോവിയറ്റ് യൂണിയൻ അയച്ച മാഴ്സ് 3 എന്ന പേടകമാണ് ആദ്യമായി മാഴ്സിൽ ലാൻഡ് ചെയ്തത്. എന്നാൽ അതിനും ഒരു വർഷത്തിന് മുന്നേ സോവിയറ്റ് യൂണിയൻ തന്നെ മറ്റൊരു ഗ്രഹത്തിൽ പേടകത്തിന് ഇറക്കിയിരുന്നു. അതാണ് സൗരയൂഥത്തിലെ നരകലോകമായ വീനസ്. ആദ്യമായിട്ടൊരു സ്പേസ് ക്രാഫ്റ്റ് ചെന്ന് ലാൻഡ് ചെയ്ത ഗ്രഹം മാത്രമല്ല, ആദ്യമായി മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയത്, ആദ്യമായി മറ്റൊരു ഗ്രഹത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തത്, ആദ്യമായി മറ്റൊരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നത്, ആദ്യമായി മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന് പതിച്ചത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് വീനസിലാണ്. വീനസിൽ ലാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 95 മടങ്ങിൽ കൂടുതൽ കട്ടിയുള്ള അന്തരീക്ഷവും 500 ഡിഗ്രി സെൽഷ്യസോളം താപനിലയും നിരന്തരമായിട്ട് ആസിഡ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമൊക്കെയുള്ള ശരിക്കും അതിതീവ്രമായ ഒരു ലോകമാണ് വീനസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൗരയൂഥത്തിലെ നരകലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധാരണ പേടകങ്ങളൊക്കെ വീനസിൽ ഇറക്കിയാൽ അന്തരീക്ഷത്തിന്റെ കഠിനമായ സമ്മർദ്ദം കാരണം ആ പേടകങ്ങളൊക്കെ പപ്പടം പൊടിയുന്നത് പോലെ തകർന്നു പോകും. വീനസിന്റെ അന്തരീക്ഷം കടന്നാൽ പിന്നെ മനുഷ്യനിർമ്മിതമായ ഒന്നിനും തിരികെ വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നോളജികളൊക്കെ ഇത്രയേറെ പുരോഗമിച്ചിട്ടും വീനസിൽ ലാൻഡ് ചെയ്യാൻ വേറെ ഒരു രാജ്യത്തിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കുമ്പോഴാണ് നൂറ്റാണ്ടിന് മുന്നേ അത് സോവിയറ്റ് യൂണിയൻ വിജയകരമായിട്ട് തന്നെ ചെയ്തുവെന്ന വസ്തുത നമ്മെ ശരിക്കും അതിശയിപ്പിക്കുന്നത്. അതും 1-2 പേടകമൊന്നുമല്ല, 10 പേടകങ്ങളെയാണ് സോവിയറ്റ് യൂണിയൻ വീനസിന്റെ ഉപരിതലത്തിൽ ഇറക്കിയത്. അപ്പോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം 10 തവണ ചെയ്ത സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് വീനസിൽ പേടകങ്ങൾ ഇറക്കിയതെന്നും അവിടെ നിന്നും എന്തൊക്കെയാണ് കണ്ടെത്തിയതെന്നും നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് കോൾഡ് വാർ നടക്കുന്ന സമയത്തിൽ ആരാണ് ബഹിരാകാശ രംഗത്തിൽ കൂടുതൽ മികച്ചതെന്ന് തെളിയിക്കാൻ യുഎസും സോവിയറ്റ് യൂണിയനും തമ്മിൽ കടുത്ത മത്സരമുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഇന്ന് സ്പേസ് റേസ് എന്ന് പറയുന്നത്. 1950കളിലായിരുന്നു ഇതിന്റെ ആരംഭം. അങ്ങനെ സ്പേസ് റേസിന്റെ ഭാഗമായിട്ട് രണ്ടു കൂട്ടരും നിരന്തരം പല ബഹിരാകാശ ദൗത്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ബഹിരാകാശത്തിലേക്ക് പേടകങ്ങളെ അയക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പിന്നെ ചന്ദ്രനെയും കാലക്രമേണ മറ്റ് ഗ്രഹങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. അന്ന് മാഴ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് വീനസിനാണ്. കാരണം പണ്ട് നമുക്ക് വീനസിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ അത് നമ്മുടെ ഭൂമിക്ക് സമാനമായ വലിപ്പമുള്ള ഗ്രഹമാണ്. അതുമാത്രമല്ല, നല്ല കട്ടിയുള്ള അന്തരീക്ഷവും അന്തരീക്ഷത്തിൽ നൈട്രജനും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഉപരിതലവും ഭൂമിക്ക് സമാനമാണെന്നായിരുന്നു സ്പേസ് റേസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് വരെയും കരുതിയിരുന്നത്. ഭൂമിയെ പോലെയാണെങ്കിൽ തീർച്ചയായും അവിടെ ജീവൻ ഉണ്ടായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് നേരെ വീനസിലോട്ട് പോകാമെന്ന് അന്നത്തെ ശാസ്ത്ര സംഘങ്ങൾ തീരുമാനിച്ചത്. ആദ്യം വിക്ഷേപിച്ച എല്ലാ ദൗത്യങ്ങളും വൻ പരാജയങ്ങളായിരുന്നു. ഒട്ടുമിക്ക പേടകങ്ങളും ഭൂമിയുടെ അന്തരീക്ഷം കടക്കുന്നതിന് മുൻപ് തന്നെ പൊട്ടിത്തെറിച്ചു. ചിലത് ബഹിരാകാശത്തിലെത്തിയ ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ടു. ചില പേടകങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. അങ്ങനെ സോവിയറ്റ് യൂണിയന് തുടർച്ചയായിട്ട് പരാജയങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെയാണ് അവർ വെനേറ എന്ന പേരിൽ പുതിയൊരു സ്പേസ് പ്രോജക്റ്റ് തുടങ്ങിയത്. വെനേറയ്ക്ക് പുറമെ അതിനോടൊപ്പം വേറെയും പ്രോജക്റ്റുകൾ അവർ ചെയ്തിരുന്നു. പക്ഷേ മറ്റു പ്രോജക്റ്റുകൾക്കൊക്കെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വീനസിനെ മാത്രം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് വെനേറ പ്രോജക്റ്റ്. ഇന്ന് നമുക്ക് വീനസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന കാരണം വെനേറയുടെ ഭാഗമായിട്ട് നടത്തിയ ദൗത്യങ്ങളാണ്. 1961 വെനേറയുടെ ആദ്യ പേടകം, അതായത് വെനേറ 1 വിക്ഷേപിച്ചത്. വീനസിൽ ചെന്ന് പതിക്കുന്ന ഒരു പേടകമായിട്ടാണ് അവരതിനെ നിർമ്മിച്ചത്. അതായത് പണ്ട് നമ്മൾ ചന്ദ്രയാൻ 1 നിർമ്മിച്ചതുപോലെ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് വീനസിന് സമീപത്തെത്തുന്നതിന് തൊട്ടു മുന്നേ ഇതുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. അങ്ങനെ വെനേറ 1 പരാജയപ്പെട്ടു. എങ്കിലും ആദ്യമായി മറ്റൊരു ഗ്രഹത്തിന് സമീപത്തുകൂടെ പറന്നുപോയ പേടകമെന്ന സ്ഥാനം വെനേറ 1 കരസ്ഥമാക്കി. ശേഷം 1965 നവംബർ 12 വെനേറ 2 വിക്ഷേപിച്ചു. അതും വീനസിന് സമീപത്തെത്തിയപ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വെറും 4 ദിവസങ്ങൾക്ക് ശേഷം അവർ വെനേറ 3 അയച്ചു. ശരിക്കും അവർ നേരത്തെ തന്നെ വെനേറ 6 വരെയുള്ള ദൗത്യങ്ങൾ പദ്ധതിയിട്ടെന്ന് മാത്രമല്ല, വെനേറ 3 മുതൽ 6 വരെയുള്ള പേടകങ്ങളുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു. രൂപത്തിലും ഉള്ളിലുള്ള ഉപകരണത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ 4 പേടകങ്ങളും ഏകദേശം ഒരേപോലെയായിരുന്നു.
എന്തായാലും വീനസിന്റെ ഉപരിതലത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്ന ദൗത്യമായിരുന്നു വെനേറ 3. ഒരുപക്ഷെ വെനേറ പ്രോജക്റ്റിന്റെ വഴിത്തിരിവായി മാറാൻ കാരണമായ ദൗത്യമായിട്ട് തന്നെ നമുക്ക് വെനേറ 3യെ പരിഗണിക്കാം. എന്തെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വീനസിന്റെ അന്തരീക്ഷത്തിനെ കുറിച്ചും ഉപരിതലത്തിനെ കുറിച്ചും ഒന്നും കൃത്യമായ യാതൊരു അറിവും അതിനു മുൻപ് നമുക്കുണ്ടായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ ഭൂമിയെ പോലെ തോന്നിയതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദവും താപനിലയും ഒക്കെ ആയിരിക്കും വീനസിന്റെ ഉപരിതലത്തിലുമുള്ളതെന്ന് പ്രതീക്ഷിച്ചാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ വെനേറ 3യെ അയച്ചത്. വീനസിന്റെ കട്ടികൂടിയ അന്തരീക്ഷം കാരണം പാരച്യൂട്ടിന്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ ഇത് ചെന്ന് വീനസിൽ ലാൻഡ് ചെയ്യുമെന്നും അവർ കരുതി. പക്ഷേ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ എന്തോ ഒരു അദൃശ്യമായ ചുമരിൽ ചെന്ന് ഇടിച്ചതുപോലെ ഈ പേടകം ഞൊടിയിടയിൽ പൂർണ്ണമായും തകർന്നുപോയി. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ പോലും ആർക്കും മനസ്സിലായില്ല. അന്തരീക്ഷത്തിൽ നിന്നും ശേഖരിച്ച ഡാറ്റ അയച്ചു തരാനുള്ള സമയം പോലും ഈ പേടകത്തിന് ലഭിച്ചില്ല. പക്ഷേ ദൗത്യം പരാജയപ്പെട്ടുവെങ്കിലും ആദ്യമായി മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന് പതിച്ച സ്പേസ് ക്രാഫ്റ്റ് എന്ന സ്ഥാനം വെനേറ 3ക്ക് കിട്ടി. അന്തരീക്ഷത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഇത് പൂർണ്ണമായും തകർന്നുവെങ്കിൽ വീനസിന്റെ അന്തരീക്ഷം നമ്മൾ കരുതുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. ശരിക്കും വെനേറ 6 വരെയുള്ള പേടകങ്ങളെ വീനസിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും. പക്ഷേ ആദ്യം അന്തരീക്ഷത്തിനെ കുറിച്ച് പഠിക്കാതെ ലാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് വെനേറ 3യിലൂടെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ബാക്കിയുള്ള 3 പേടകങ്ങളെയും ഇനി അന്തരീക്ഷത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്ന് റഷ്യ തീരുമാനിച്ചു. അങ്ങനെ ആ പേടകങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനുവേണ്ട രീതിയിലാക്കി മാറ്റി. വെനേറ 3 വിക്ഷേപിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം 1967 വെനേറ 4നെ അയച്ചു. ഏകദേശം 40,000 km/h വേഗത്തിലാണ് വെനേറ 4 വീനസിന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചത്. പ്രവേശിച്ച ഉടൻ തന്നെ പാരച്യൂട്ട് തുറന്നുവിട്ടു. ആദ്യം അന്തരീക്ഷത്തിൽ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ വെറും 30 ഡിഗ്രി സെൽഷ്യസോളം ആയിരുന്നു താപനില. അന്തരീക്ഷ സമ്മർദ്ദവും ഭൂമിക്ക് സമാനമായിരുന്നു. എന്നാൽ കുറച്ചു ദൂരം ഉള്ളിലോട്ട് പോയപ്പോൾ പേടകത്തിൽ നിന്നും വന്ന റീഡിംഗ്സ് ഒക്കെ കുത്തനെ ഉയരാൻ തുടങ്ങി. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. സമ്മർദ്ദമാണെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 20 മടങ്ങോളമായി. അധികം വൈകാതെ ഏതാനും ചില കിലോമീറ്റേഴ്സ് ആഴത്തിലെത്തിയപ്പോൾ തന്നെ വെനേറ 4 പൊട്ടിച്ചിതറി. അതിൽ നിന്നും അവസാനമായി വന്ന ഡേറ്റയിൽ അന്തരീക്ഷ സമ്മർദ്ദം ഭൂമിയുടെ 22 മടങ്ങും താപനില 280 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. വീനസിന്റെ അന്തരീക്ഷത്തിന് കട്ടി കൂടുതലാണെന്നറിയാമായിരുന്നെങ്കിലും ഇത്രയും കൂടുതലായിരിക്കുമെന്ന് അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. എന്നിരുന്നാലും ദൗത്യം വലിയൊരു വിജയമായിരുന്നുവെന്ന് തന്നെ പറയേണ്ടതുണ്ട്. തകരുന്നതിന് മുന്നേ അന്തരീക്ഷത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പേടകം മനസ്സിലാക്കി. അന്തരീക്ഷത്തിൽ 90% കൂടുതലും കാർബൺ ഡയോക്സൈഡ് ആണെന്ന കാര്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് വെനേറ 4യിലൂടെയാണ്. ശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് 1969 ജനുവരി 5-ാം തീയതി വെനേറ 5നെ അയച്ചു. അതിന് തൊട്ടു പിന്നാലെ വെറും 5 ദിവസങ്ങൾക്ക് ശേഷം വെനേറ 6നെയും അയച്ചു. വെനേറ 4ൽ നിന്നും ശേഖരിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വെനേറ 5ലും 6ലും അവർ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പേടകങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്ന ഉപകരണങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള വളരെ മികച്ച ഏറ്റവും പുതിയ ഉപകരണങ്ങളാണ് ഈ പേടകങ്ങളിൽ വെച്ചിരുന്നത്. ഈ 2 ദൗത്യങ്ങളും വിജയകരമായിരുന്നു. വീനസിന്റെ അന്തരീക്ഷത്തിനെ കുറിച്ച് ഏകദേശം വ്യക്തമായിട്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഈ പേടകങ്ങളിലൂടെ മനസ്സിലാക്കി. സാധാരണ മറ്റ് ലോകങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന പേടകങ്ങൾക്ക് ചെന്നിറങ്ങുന്ന വേഗത കുറയ്ക്കാൻ ചെറിയ ത്രസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ വീനസിന്റെ അന്തരീക്ഷത്തിന്റെ കട്ടി കാരണം വീനസിൽ ഇറങ്ങാൻ ത്രസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. പകരം പാരച്യൂട്ട് മാത്രം മതിയെന്നാണ് റഷ്യ കരുതിയത്. അത് ശരി തന്നെയായിരുന്നു. എന്നാൽ 40,000 km/h വേഗത്തിൽ വന്ന വെനേറ 4ന്റെ വേഗത വളരെ പെട്ടെന്ന് വെറും 18 km/hലേക്ക് കുറഞ്ഞു. അത് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കുറവായിരുന്നു. ഈ വേഗതയിലാണെങ്കിൽ പേടകം നിലം തൊടാൻ 1.5 മണിക്കൂറോളം സമയമെടുക്കും. അത്രയും നേരം അന്തരീക്ഷത്തിന്റെ സമ്മർദ്ദവും താപനിലയും താങ്ങുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുമാത്രമല്ല, പരമാവധി 22 ബാർ സമ്മർദ്ദം വരെ താങ്ങാൻ കഴിയുന്ന രീതിയിലായിരുന്നു വെനേറ 6 വരെയുള്ള പേടകങ്ങളെ ഡിസൈൻ ചെയ്തിരുന്നത്. 1 ബാർ എന്ന് പറയുമ്പോൾ ഏകദേശം സമുദ്രനിരപ്പിന് മുകളിലുള്ള ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദമാണ്. വീനസിന്റെ അന്തരീക്ഷത്തിന് എന്തായാലും അതിനേക്കാൾ സമ്മർദ്ദമുണ്ടെന്ന കാര്യം വെനേറ 4ലൂടെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് എന്തായാലും 5-നും 6-നും വീനസിൽ ലാൻഡ് ചെയ്യാൻ കഴിയില്ല എന്നത് ഉറപ്പായിരുന്നു. വെനേറ 4 വീനസിന്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 52 കിലോമീറ്ററുകൾക്ക് മുകളിലെത്തിയപ്പോൾ തന്നെ പൊട്ടിച്ചിതറി. വെനേറ 5ൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് അത് കുറെ കൂടെ ആഴത്തിൽ പോയി. ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 24 കിലോമീറ്റേഴ്സിന് മുകളിലെത്തിയപ്പോഴാണ് വെനേറ 5 നശിച്ചത്.
വെനേറ 6ന് വീണ്ടും കൂടുതൽ ആഴത്തിലെത്താൻ സാധിച്ചു. ഏകദേശം 10 കിലോമീറ്ററുകൾക്ക് മുകളിൽ എത്തിയപ്പോഴാണ് അത് തകർന്നത്. എന്തായാലും ഈ പേടകങ്ങളിലൂടെ വീനസിന്റെ അന്തരീക്ഷത്തിനെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഈ പേടകങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ വീണ്ടും പുതിയ പേടകങ്ങൾ തയ്യാറാക്കി. വെനേറ 6ൽ നിന്നും ശേഖരിച്ച ഡാറ്റ വെച്ച് വീനസിന്റെ ഉപരിതലത്തിന് 300 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദത്തിന്റെ 75 മടങ്ങിൽ കൂടുതൽ സമ്മർദ്ദവും ഉണ്ടായിരിക്കുമെന്നും മനസ്സിലാക്കി. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ കണക്കായിരുന്നു. താപനിലയും സമ്മർദ്ദവും എത്രത്തോളം വരെ ഉയർന്നതായിരിക്കുമെന്ന് അപ്പോഴും അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളും ഇല്ലാതെയാണ് അവർ വെനേറ 7നെ നിർമ്മിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 180 മടങ്ങ് കട്ടിയുണ്ടെങ്കിലും ഈ പേടകത്തിന് താങ്ങാൻ കഴിയുമായിരുന്നു. 300 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നാലും അത് തരണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൂളിംഗ് സിസ്റ്റവും ഈ പേടകത്തിനുള്ളിലുണ്ടായിരുന്നു. ടൈറ്റാനിയവും അതുപോലെയുള്ള ശക്തമായ മെറ്റീരിയൽസുമൊക്കെയാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. അതിനു പുറമെ പാരച്യൂട്ട് തുറന്നാലും അത് വിടരാതിരിക്കാൻ ചെറിയൊരു വളയവും പാരച്യൂട്ടിന്റെ വള്ളികൾക്ക് ചുറ്റും ഘടിപ്പിച്ചിരുന്നു. 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തുമ്പോൾ ഉരുകിപ്പോകുന്ന പദാർത്ഥം കൊണ്ടാണ് ഈ വളയം നിർമ്മിച്ചത്. അപ്പോൾ ഉപരിതലത്തിന്റെ വളരെ അടുത്തെത്തുന്ന സമയത്തിൽ മാത്രമേ പാരച്യൂട്ട് പൂർണ്ണമായും വിരിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പേടകം അധിക നേരം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നിലത്തെത്തും. അങ്ങനെ എല്ലാത്തിനും സജ്ജമാക്കിയ ശേഷം വെനേറ 7നെ സോവിയറ്റ് യൂണിയൻ നരകത്തിലേക്ക് അയച്ചു. ഏകദേശം എല്ലാം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. ഇതിനു മുൻപ് അയച്ച പേടകങ്ങളെക്കാൾ ഒരുപാട് ആഴത്തിൽ വെനേറ 7 എത്തി. എന്നാൽ ഉപരിതലത്തിൽ നിന്നും വെറും 3 കിലോമീറ്റേഴ്സ് ഉയരത്തിലെത്തിയപ്പോൾ കഠിനമായ താപനിലയും ആസിഡ് മഴയും കാരണം പാരച്യൂട്ട് മുഴുവൻ കത്തിപ്പോയി. അത് കാരണം ഏകദേശം 60 km/h വേഗത്തിൽ വെനേറ 7 ചെന്ന് വീനസിന്റെ ഉപരിതലത്തിൽ വീണു. അങ്ങനെ ഏറെ പ്രതീക്ഷകളോടെ അയച്ച വെനേറ 7നും പരാജയപ്പെട്ടു. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ആദ്യം കരുതിയത്. എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം അവരുടെ കമ്പ്യൂട്ടർ രേഖകൾ പരിശോധിച്ചപ്പോൾ ഉപരിതലത്തിൽ വീണ ശേഷവും 23 മിനിറ്റുകൾ നേരത്തേക്ക് ലാൻഡർ ദുർബലമായ സിഗ്നൽസ് അയക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്നാൽ ഉപരിതലത്തിൽ ചെന്ന് പതിച്ച വെനേറ 7 ആ പതനത്തിനെ അതിജീവിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഇത് നിർമ്മിച്ചത്. പക്ഷെ പേടകം ചരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്നും വന്ന സിഗ്നൽ തീരെ ദുർബലമായി പോയത്. ഉപകരണങ്ങളുടെ ഡാറ്റ പരിശോധിച്ചപ്പോൾ വീനസിന്റെ ഉപരിതല താപനില 500 ഡിഗ്രി സെൽഷ്യസോളമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല അന്തരീക്ഷ സമ്മർദ്ദം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഏകദേശം 95 മടങ്ങോളമാണെന്നും മനസ്സിലായി. ലാൻഡ് ചെയ്ത ശേഷം ഇത് എത്ര നേരം പ്രവർത്തിച്ചു എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ വെനേറ 8നെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ നേരം അടുപ്പിച്ച് പ്രവർത്തിച്ചു കാണുമെന്നാണ് കരുതുന്നത്. 1972 അതായത് വെനേറ 7 വിക്ഷേപിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമാണ് സോവിയറ്റ് യൂണിയൻ വെനേറ 8നെ വിക്ഷേപിച്ചത്. പക്ഷേ 2 പേടകങ്ങളും ഏകദേശം ഒരേപോലെയാണ്. കാരണം അവയെ ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വെനേറ 8ൽ അവർക്ക് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏകദേശം ഒരു സൂയിസൈഡ് മിഷൻ പോലെയാണ് വെനേറ 8നെ അയച്ചത്. എങ്കിലും ഈ പേടകം വളരെ കൃത്യമായിട്ട് തന്നെ വീനസിൽ ചെന്ന് ലാൻഡ് ചെയ്തു. 50 മിനിറ്റുകൾ നേരം ഇത് പ്രവർത്തിക്കുകയും വിവിധ തരം ഡാറ്റകൾ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ അവസാനം വീനസിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സോവിയറ്റ് യൂണിയൻ പഠിച്ചു. പക്ഷേ വീനസിൽ ചെന്നിറങ്ങിയെങ്കിലും ഈ പേടകങ്ങളിൽ ക്യാമറകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീനസിന്റെ ഉപരിതല ചിത്രങ്ങൾ പകർത്തണമെന്നും പറഞ്ഞ് അവർ വീണ്ടും അടുത്ത ദൗത്യം ചെയ്യാൻ പദ്ധതിയിട്ടു. 1975 ജൂൺ 8 വെനേറ 9 വിക്ഷേപിച്ചു. വെനേറ 8ൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരുന്നു വെനേറ 9. ഏറ്റവും പ്രധാനമായും ലാൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇതിന് പാരച്യൂട്ട് ഉണ്ടായിരിക്കില്ല. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റേഴ്സിന് മുകളിൽ എത്തുമ്പോൾ തന്നെ പാരച്യൂട്ടിനെ വേർപെടുത്തും. ശേഷം പിന്നീടുള്ള വേഗത കുറയ്ക്കാൻ വേണ്ടി തൊപ്പി പോലത്തെ ആകൃതിയിൽ ഒരു ഘടന അതിനു ചുറ്റും നിർമ്മിച്ചിരുന്നു. അവസാനം ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴുള്ള ആഘാതം ഏറ്റുവാങ്ങാൻ വളരെ ശക്തമായ ഒരു കൂട്ടം കാലുകളും ഘടിപ്പിച്ചിരുന്നു. ഈ സംവിധാനങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുകയും വെനേറ 9 വിജയകരമായി വീനസിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വെനേറ 9ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിലെ ക്യാമറകളായിരുന്നു. പേടകത്തിന്റെ 2 വശങ്ങളിലും ഓരോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകൾ വച്ചിരുന്നു. ഈ 2 ക്യാമറകൾക്കും ചേർന്ന് 360 ഡിഗ്രിയിൽ ചിത്രങ്ങൾ പകർത്താൻ കഴിയും. ക്യാമറകൾക്ക് പുറത്ത് ക്യാപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പേടകം ചെന്ന് ലാൻഡ് ചെയ്ത ശേഷം ഈ ക്യാപ്പുകൾ ഇളകിപ്പോകുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ക്യാമറയുടെ ക്യാപ്പ് ഇളകിപ്പോയില്ല. അതുകൊണ്ട് ഒരു ക്യാമറ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അങ്ങനെ ആദ്യമായി മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതല ചിത്രങ്ങൾ പകർത്തിയ വെനേറ 9നും സോവിയറ്റ് യൂണിയനും ചരിത്രത്തിൽ ഇടം നേടി.
വെനേറ 9 വിക്ഷേപിച്ച് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ വെനേറ 10ഉം വിക്ഷേപിച്ചു. വെനേറ 9ഉം 10ഉം ഒരേപോലെ തന്നെ ആയിരുന്നു. വെനേറ 9ന്റെ ക്യാമറയിൽ സംഭവിച്ച അതേ പ്രശ്നം വെനേറ 10ലും സംഭവിച്ചു. അങ്ങനെ ഇതിലും ഒരു ക്യാമറ മാത്രമാണ് പ്രവർത്തിച്ചത്. 2 പേടകങ്ങളും ലാൻഡ് ചെയ്ത ശേഷം ഏകദേശം 1 മണിക്കൂർ നേരം പ്രവർത്തിച്ചു. ഇവ പകർത്തുന്ന ഒരു ചിത്രം അയച്ചു തരാൻ പോലും അരമണിക്കൂറോളം സമയമെടുത്തിരുന്നു. ഈ ക്യാമറകളുടെ റെസൊല്യൂഷൻ എന്നത് വെറും 64 കിലോ പിക്സൽസ് മാത്രമായിരുന്നു. ഇന്നത്തെ മൊബൈൽ ഫോണുകൾക്ക് പോലും 100ഉം 200ഉം മെഗാ പിക്സൽസിന്റെ റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷേ എത്ര നിസ്സാരമായ ക്യാമറകളാണെന്ന് പറഞ്ഞാലും അതൊക്കെ കേടാകാതെ വീനസിന്റെ ഉപരിതലത്തിൽ ഇറക്കുക എന്നത് ശരിക്കും എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണ്. വെനേറ 10ന് ശേഷം വീണ്ടും 4 പേടകങ്ങളെ കൂടെ സോവിയറ്റ് യൂണിയൻ വീനസിന്റെ ഉപരിതലത്തിലേക്ക് അയച്ചു. ഈ 4 പേടകങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു. 1978 സെപ്റ്റംബർ 9 വെനേറ 9 വിക്ഷേപിച്ചത്. അതിന്റെ തൊട്ടു പിന്നാലെ 5 ദിവസങ്ങൾക്ക് ശേഷം വെനേറ 12നെയും അയച്ചു. വെനേറ 9ലും 10ലും ക്യാമറകൾ ഉണ്ടായിരുന്നെങ്കിലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. എന്നാൽ നമുക്ക് കളർ ചിത്രങ്ങൾ വേണമെന്നും പറഞ്ഞാണ് 11ഉം 12ഉം വിക്ഷേപിച്ചത്. പക്ഷേ ഡിസൈനിങ്ങിലുള്ള എന്തോ ഒരു പിഴവ് കാരണം 2 പേടകങ്ങളുടെയും ക്യാമറകൾ മൂടിവെച്ചിരുന്ന ക്യാപ്പുകൾ ലാൻഡ് ചെയ്ത ശേഷം ഇളകിപ്പോയില്ല. അങ്ങനെ 2 പേടകങ്ങൾക്കും ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് വീണ്ടും സോവിയറ്റ് യൂണിയൻ കൂടുതൽ മികവോടെ വെനേറ 13ഉം 14ഉം തയ്യാറാക്കി. 1981 ഒക്ടോബർ 30 വെനേറ 13 വിക്ഷേപിച്ചത്. വെറും 4 ദിവസങ്ങൾക്ക് ശേഷം വെനേറ 14ഉം അയച്ചു. പ്രതീക്ഷിച്ചതുപോലെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ ആദ്യമായി വീനസിന്റെ ഉപരിതലത്തിന്റെ കളർ ചിത്രങ്ങളും റഷ്യ പകർത്തി. ചിത്രങ്ങൾക്ക് പുറമെ ശബ്ദങ്ങളും കേൾക്കണമെന്ന് കരുതി ഈ പേടകങ്ങളിൽ മൈക്രോഫോൺസും വെച്ചിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിന്റെ ശബ്ദവും കാറ്റിന്റെ ശബ്ദവും പേടകം ചെന്നിറങ്ങുന്നതും ഡ്രില്ലിംഗ് ചെയ്യുന്നതും ക്യാമറകളുടെ ക്യാപ്സ് ഇളകി വീഴുന്നതും അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. വെനേറ 14 ശേഷം സോവിയറ്റ് യൂണിയൻ വീണ്ടും 2 പേടകങ്ങളെ കൂടെ വീനസിൽ ഇറക്കിയിരുന്നു. അത് പക്ഷേ വെനേറ 15ഉം 16ഉം ആയിരുന്നില്ല. 1983 ജൂണിൽ വെനേറ 15ഉം 16ഉം വിക്ഷേപിച്ചിരുന്നു. പക്ഷെ അത് രണ്ടും വീനസിൽ ലാൻഡ് ചെയ്യുന്നവയായിരുന്നില്ല. പകരം വീനസിന് ചുറ്റും വലം വെച്ചുകൊണ്ട് വീനസിന്റെ അന്തരീക്ഷത്തിനെയും ഉപരിതലത്തിനെയും നിരീക്ഷിക്കുന്ന പേടകങ്ങളായിരുന്നു. ഈ പേടകങ്ങളിൽ നിന്നും ലഭിച്ച ഡാറ്റ ഉപയോഗിച്ച് പിന്നീട് വീനസിന്റെ നോർത്ത് പോളിന്റെ ഒരു വിശദമായ മാപ്പ് തയ്യാറാക്കി. ഈ മാപ്പിലൂടെ ധാരാളം അഗ്നിപർവ്വതങ്ങളെയും കണ്ടെത്താൻ സാധിച്ചു. ഈ ദൗത്യങ്ങളോടുകൂടെ വെനേറ പ്രോജക്റ്റും അവസാനിച്ചു. അതിനുശേഷം വെഗ 1 and 2 എന്ന പേരിൽ സോവിയറ്റ് യൂണിയൻ 2 ദൗത്യങ്ങൾ ചെയ്തു. 1984 ഡിസംബർ 15 വെഗ 1 വിക്ഷേപിച്ചു. 6 ദിവസങ്ങൾക്ക് ശേഷം വെഗ 2ഉം വിക്ഷേപിച്ചു. ഇവയെ ശരിക്കും ഹാലിസ് കോമറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. പോകുന്ന വഴിയിൽ ഗ്രാവിറ്റി അസിസ്റ്റിന് വേണ്ടി ഇവയ്ക്ക് വീനസിന്റെ സമീപത്ത് കൂടെ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇവയ്ക്കുള്ളിൽ വീനസിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ലാൻഡറും കൂടെ വെച്ചിരുന്നത്. അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ. പക്ഷെ നേരത്തെ വെനേറ ദൗത്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അതേ ലാൻഡർ തന്നെയായിരുന്നു വെഗ 1ലും 2വിലും വെച്ചിരുന്നത്. വീനസിന്റെ രാത്രി വശത്തിലാണ് ഈ ലാൻഡറുകൾ ചെന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, ഇവയിലൂടെ വീനസിനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. പക്ഷെ അത് നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയൻ അറിയാമായിരുന്നു. 1969 ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കിയ അമേരിക്ക സ്പേസ് റേസിൽ ജയിച്ചുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് ഒട്ടുമിക്ക വിജയങ്ങളും കൈവരിച്ചിരുന്നത് റഷ്യയായിരുന്നു. ആദ്യമായിട്ടൊരു സാറ്റലൈറ്റിനെ ബഹിരാകാശത്തിൽ എത്തിച്ചത്, ആദ്യമായി മൃഗങ്ങളെ സ്പേസിൽ എത്തിച്ചത്, ആദ്യമായി മനുഷ്യനെ സ്പേസിൽ എത്തിച്ചത്, ആദ്യമായി സ്പേസ് വാക്ക് നടത്തിയത്, ആദ്യമായിട്ടൊരു വനിതയെ സ്പേസിൽ എത്തിച്ചത്, ആദ്യത്തെ സ്പേസ് റോവർ, ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ റഷ്യ നേടിയിരുന്നു. എന്നാൽ ഒരുപക്ഷെ അതിനേക്കാളുമൊക്കെ പ്രശംസനീയമായ ഒരു നേട്ടമായിരുന്നു വീനസിൽ ലാൻഡ് ചെയ്തത്.
കാരണം ഇത്രയേറെ കാലങ്ങളായിട്ടും ഇതുവരെ മറ്റാർക്കും തന്നെ ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാസ ഡാവിഞ്ചി എന്ന പേരിൽ 2029 ഒരു പേടകത്തിനെ വീനസിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ലാൻഡ് ചെയ്ത ശേഷം വെറും 18 മിനിറ്റുകൾ നേരം മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ISROയും 2028 ഒരു വീനസ് ദൗത്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലാൻഡർ ഒന്നുമല്ല, വെറും ഓർബിറ്റർ മാത്രമാണ്. അപ്പോൾ ഇതുവരെ മറ്റാരും ചെയ്യാത്ത ഒരു ദൗത്യം 50 വർഷങ്ങൾക്ക് മുന്നേ റഷ്യ 10 തവണ ചെയ്തു എന്നത് തീർച്ചയായും പ്രശംസനീയം തന്നെയാണ്. എന്നാൽ പ്രശംസനീയം എന്നതിലുപരി ഇതിൽ നിന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കണ്ടെത്താനാകും. എന്താണെന്നാൽ ഈ ദൗത്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിരുന്നു. തുടക്കത്തിലാണെങ്കിൽ വെറും പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പരാജയങ്ങളെ വകവെക്കാതെ വീനസിൽ എത്തണമെന്ന സോവിയറ്റ് യൂണിയന്റെ ദൃഢനിശ്ചയവും അത് സാധ്യമാക്കി എടുക്കാനുള്ള അവരുടെ ഡെഡിക്കേഷനും അവരെ വിലമതിക്കാനാകാത്ത നേട്ടങ്ങളിലേക്ക് നയിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരാറുണ്ട്. അത് ചിലപ്പോൾ നമ്മെ പരാജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അത്തരം സാഹചര്യങ്ങളിൽ വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നു പോകാതെ, പരാജയങ്ങളെ വകവെക്കാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക തന്നെ വേണം. എങ്കിൽ മാത്രമേ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാനാകൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.